ഊള തിരക്കഥ, ഊള സംവിധാനം, അതുപോലെ തന്നെ ആകെ മൊത്തം നോക്കുകയാണെങ്കിൽ മൊത്തത്തിൽ വെറുപ്പിച്ച് കയ്യിൽ തന്നിട്ടുണ്ട് ലോകേഷ് കനകരാജ്. നായകനായിട്ടുള്ള രജനീകാന്തിന്റെ ഉറ്റ സുഹൃത്താണ് സത്യരാജ്. സത്യരാജിന്റെ മരണമാണ് തുടക്കത്തിൽ കാണിക്കുന്നത്. അതിനുശേഷം ആരാണ് സത്യരാജിനെ കൊന്നത്, എന്തിനു വേണ്ടിയാണ് കൊന്നത് എന്നുള്ളത് അന്വേഷിച്ച് കണ്ടുപിടിക്കുകയാണ് നമ്മുടെ സിനിമയിലെ നായകനായിട്ടുള്ള രജനീകാന്ത്. നല്ല ഫ്രഷ് കഥയാണ്, നല്ല ഫ്രഷ് ആയിട്ട് ഞാൻ ഫീൽ ചെയ്യുന്നുണ്ട് എന്നൊന്നും വിചാരിക്കേണ്ട. നമ്മൾ കണ്ട് മടുത്ത കഥ രജനീകാന്ത് മാക്സിമം ചെയ്തിട്ടുണ്ട്. ആക്ഷൻ ആണെങ്കിലും ശരി, അതുപോലെ തന്നെ ഡാൻസ് ആണെങ്കിലും ശരി, കോമഡി ആണെങ്കിലും ശരി, എല്ലാം കൊണ്ടും രജനി മാക്സിമം സിനിമയ്ക്ക് വേണ്ടി നല്ലോണം പണിയെടുത്തിട്ടുണ്ട്. അത് നമുക്ക് സിനിമയിൽ കാണാനും പറ്റുന്നുണ്ട്. സിനിമയുടെ വില്ലൻ ക്യാരക്ടറോട്ട് വരികയാണെങ്കിൽ മെയിൻ വില്ലനായിട്ട് വരുന്നത് നാഗാർജുനയാണ്. നാഗാർജുന എന്തിനു വേണ്ടിയാണ് സിനിമയിൽ അഭിനയിച്ചതെന്ന് തോന്നിപ്പോകുമ്പോൾ സൗബിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ സിനിമയിൽ ആദ്യം മുതൽ അവസാനം വരെ എനിക്ക് തോന്നുന്നു രജനീകാന്തിനേക്കാളും കൂടുതൽ സ്ക്രീൻ സ്പേസ് ഉള്ളത് നമ്മുടെ ഈ ഒരു സൗബിനായിരിക്കും. സൗബിൻ ഈ സിനിമയിൽ നല്ല വ്യത്യസ്തമായിട്ടുള്ള ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്, നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. മാക്സിമം സൗബിനും ഈ സിനിമയ്ക്ക് വേണ്ടി എഫേർട്ട് എടുത്തിട്ടുണ്ട്. ജയിലർ എന്ന് പറയുന്ന സിനിമയിൽ ശിവരാജ് കുമാറിന് കൊടുത്ത പോലത്തെ ഒരു റോള് ഉപേന്ദ്രയ്ക്ക് ഈ സിനിമയിൽ കൊടുത്തിട്ടുണ്ട്. ഒരു ഇൻട്രോ അത് കുഴപ്പമില്ലാത്ത രീതിയിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. വേറെ ഒരു തരത്തിലും പോസിറ്റീവായിട്ട് പറയാനില്ല. പിന്നെ ബോളിവുഡ് സൂപ്പർ താരം നമ്മുടെ ഈ ആമിർ ഖാന്റെ ഒരു എൻട്രി നമ്മളെല്ലാവരും ഇങ്ങനെ തുടക്കം മുതൽ അവസാനം വരെ ഇങ്ങനെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ആമിർ ഖാൻ എപ്പോൾ വരും. ലാസ്റ്റ് ക്ലൈമാക്സോട് എടുക്കുമ്പോൾ ആമിർ ഖാൻ വരുന്നുണ്ട്. ഈ ആമിർ ഖാനെ പോലും ലോകേഷ് കനകരാജ് ചെയ്തു വെച്ചിരിക്കുന്നത് അശ്വന്ത് ഗോക്കൊക്കെ പറയുന്ന പോലെ ലോകി എണ്ണം പണി വെച്ചിറക്കുക. അത്രത്തോളം പണി വെച്ചിട്ടുണ്ട് ഈ സിനിമയിലെ ആമിർ ഖാന്. കാരണം ഇത്രയും വലിയൊരു സൂപ്പർ താരത്തിനെ കിട്ടിയിട്ട് എല്ലാവരും സിനിമ കാണാൻ വേണ്ടി പോയ എല്ലാവരും റോളക്സിനേക്കാൾ ഒരു കിടിലെ എൻട്രി ആമിർ ഖാന്റെ ഉണ്ടാവും എന്ന് വിചാരിച്ചു. പക്ഷെ സത്യം പറയുകയാണെങ്കിൽ ഒരു അമൂൽ ബേബി ഒരു പേടി തോന്നുന്നില്ല ഒരു തരത്തിലും. കുറച്ച് പട്ടികളെ കൊണ്ട് ഇങ്ങനെ നടന്നു വരുന്നു. സത്യം പറയുകയാണെങ്കിൽ ഒരു ബുദ്ധി വളർച്ച ഇല്ലാത്ത ഒരു അമൂൽ ബേബി ആ ഒരു ടച്ചിലാണ് സിനിമയിൽ ആമിർ ഖാൻ അതിൽ കാണുന്നത്. ഇന്റർവ്യൂലൊക്കെ വേറെ ലെവലാണെന്ന് പറഞ്ഞു. ഇന്റർവ്യൂലൊക്കെ എന്തായി കാണിച്ചു വെച്ചിരിക്കണം. ഒന്ന് സത്യം പറയുകയാണെങ്കിൽ കുറെ പടങ്ങൾ അവിടുന്ന് ഇവിടുന്നൊക്കെ അങ്ങനെ ഏച്ചുവിട്ട് സിനിമയായിട്ട് നമ്മുടെ മുന്നിലേക്ക് എത്തിക്കുക. സിനിമയിൽ നല്ലവരായിട്ട് കാണിക്കുന്ന ആളുകളൊക്കെ ഒരു വർഷം നോക്കുകയാണെങ്കിൽ വളരെ മോശപ്പെട്ട ആളുകളാണ്, എന്നാലും അവർ നല്ലവരാണ്. അങ്ങനത്തെ ഒരു ക്യാരക്ടർ. സത്യരാജൊക്കെ എന്തിനാണ് കള്ളന്മാരെ പിന്നാലെ പോകുന്നത്? സത്യരാജ് ആരാണ്? പോലീസാണോ, വക്കീലാണോ, ഒന്നും അറിയാത്തൊരു സിനിമ. പിന്നെ അനിരുദ്ധിന്റെ BGM കൊള്ളായിരുന്നു. ജയിലറിന്റെ ആ ഒരു BGM ആയിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത്ര വലിയ ഒരു BGM ആയിട്ട് തോന്നുന്നില്ല. എന്നിരുന്നാലും ആ കൊള്ളാം, ഒരു ആവറേജ് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ഇന്റർവ്യൂവിന് ശേഷമുള്ള BGM ആണ് ഏറ്റവും കൂടുതലായത്.